ലക്ഷ്മിയെ വേട്ടക്കാരി എന്ന് വിളിക്കുന്ന കേട്ടിട്ടുണ്ടോ? ഈ നാടിന്റെ അവസ്ഥ അതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങനെ വ്യാജ പരാതികൾ പെട്ടുപോയ ഒരാളുടെ വാക്കും കൂടെ കഴിഞ്ഞ് നിങ്ങളുടെ ചോദ്യങ്ങളിലേക്ക് വരാം. ചെയ്യാം, കാര്യം നിങ്ങൾക്ക് ഓൾറെഡി തന്നെ കോപ്പി ഉണ്ട്. എന്നിരുന്നാൽ പോലും കോടതികളും മനുഷ്യാവകാശ കമ്മീഷനും ഉണ്ടെങ്കിലും സ്ത്രീകൾക്ക് നിയമ സംവിധാനം നൽകുന്ന ഉദാത്തമായ മാതൃകയാണ് വനിതാ കമ്മീഷൻ. അതേപോലെ മികച്ച മാതൃകയാണ് യുവജന കമ്മീഷൻ. ഈ മാതൃകയിൽ ഒരു പുരുഷ കമ്മീഷൻ വേണം. അതായത് ഓൾറെഡി കോടതിയുണ്ട്, എന്നാലും നമുക്ക് മനുഷ്യാവകാശ കമ്മീഷൻ ഇല്ലേ? ഓൾറെഡി മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ട്, എന്നാലും വനിതാ കമ്മീഷൻ ഇല്ലേ? എന്തുകൊണ്ടാണ്? സ്ത്രീകൾക്ക് മനുഷ്യാവകാശ കമ്മീഷനിൽ പോയാൽ പോരെ. പക്ഷെ എന്തുകൊണ്ടാണ് വനിതാ കമ്മീഷൻ? അത് വേണമെന്നാണ്, വേണ്ടതല്ല, അത് 100% വേണം. സതീദേവി മാഡവും യുവജന കമ്മീഷനിലെ ഷാജറും ഒക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കോടതികളെക്കാൾ കുറച്ചുകൂടെ ഫ്രണ്ട്ലി സ്പേസും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ കമ്മീഷനുകൾ. ക്വാസി ജുഡീഷ്യൽ ബോഡി അല്ലെങ്കിൽ അർദ്ധ ജുഡീഷ്യൽ ബോഡികളാണ്. ഞാൻ യുവജന കമ്മീഷന്റെ യൂത്ത് ഡിഫൻസ് ഫോഴ്സിന്റെ സ്റ്റേറ്റ് കോർഡിനേറ്ററായി പ്രവർത്തിച്ച വ്യക്തി കൂടിയാണ്. ഞാൻ മുമ്പ് ശ്രീ ആർ വി രാജേഷ് യുവജന കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിരിക്കുമ്പോൾ ഞാൻ യൂത്ത് ഡിഫൻസ് ഫോഴ്സിന്റെ സ്റ്റേറ്റ് കോർഡിനേറ്ററായി പ്രവർത്തിച്ച. അതുകൊണ്ട് കോടതികളും മനുഷ്യാവകാശ കമ്മീഷനും ഒക്കെ ഉണ്ടെങ്കിലും വനിതാ കമ്മീഷനും യുവജന കമ്മീഷനും ഉള്ളതുപോലെ ഒരു പുരുഷ കമ്മീഷൻ വേണം. അതിന്റെ ഡ്രാഫ്റ്റ് ഓൾറെഡി സ്പീക്കറിനെ സമർപ്പിച്ചിട്ടുണ്ട്. ഈ വരുന്ന ഫെബ്രുവരി 7-ന് എൽദോസ് MLA-ക്ക് സമർപ്പിക്കാൻ കഴിയും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്പീക്കറിന് അനുമതി കിട്ടിയാൽ. ഇത് നമ്മുടെ ചാണ്ടി ഉമ്മൻചാണ്ടി സാറും ഇതേപോലെ വേട്ടയാടപ്പെട്ടാണ് ചാണ്ടി ഉമ്മനെ എത്തിച്ചിട്ടുണ്ട്. ഞാൻ മിനിഞ്ഞാന്ന് കോഴിക്കോട് വന്ന് ആദരണീയനായ മുനവർ അലി ശിഹാബ് തങ്ങൾ അവരെ കണ്ടിരുന്നു. ഇന്ന് സലാം സാറിനോട് രാവിലെ സംസാരിച്ചിരുന്നു. ഇന്ന് രാവിലെ സലാം സാറിന്റെ വീട്ടിൽ വെച്ച് കാണാമെന്നാണ് വിചാരിച്ചത്. അദ്ദേഹം ഒരു മരണവും മറ്റും ഉണ്ടായിട്ട് അദ്ദേഹം യാത്രയാണ്. പറ്റുമെങ്കിൽ ഇന്ന് വൈകിട്ട് കാണുന്നു. 2, ഇതും ഞങ്ങളുടെ ആരുടെയും വാദമല്ല കേട്ടോ, ഹൈക്കോടതിയുടെ വിധിയാണ്. 10 സെപ്റ്റംബർ 2024 ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിയുടെ അന്തസത്ത ഉൾക്കൊണ്ട് പരാതിക്കാരായ സ്ത്രീകളെ പോലെ ആരോപിതരായ പുരുഷനും സ്വകാര്യതയ്ക്കുള്ള അവകാശവും. അതായത് പരാതിക്കാരായ സ്ത്രീകൾക്ക് സ്വകാര്യതയ്ക്ക് റൈറ്റ് ഉണ്ട്, അത് 100% വേണം. അതേപോലെ ആരോപിതരായ പുരുഷന്മാർക്കും സ്വകാര്യതയ്ക്കുള്ള അവകാശവും. കോടതി കുറ്റക്കാരനാണെന്ന് കാണുന്നത് വരെ ഇവരുടെ പേര് പറയരുത്. ഞാൻ അങ്ങനെ എഴുതിയിട്ട് വീണ്ടും ഡൈല്യൂട്ട് ചെയ്തു. കോടതി പ്രൈമാ ഫേസി കുറ്റം നിലനിൽക്കുമെന്ന് പറഞ്ഞാൽ മാത്രമേ കൊടുക്കാവൂ. നീ കുറ്റക്കാരനാണെന്ന് കാണുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 2-3 വർഷം എടുക്കുമെന്ന് പറയും. വേണ്ട, കോടതി പ്രഥമ ദൃഷ്ടിയ ഈ കേസ് നിലനിൽക്കും എന്ന് പറഞ്ഞാൽ മാത്രമേ ഇവരുടെ പേരും ഇവരുടെ ഫോട്ടോയും നമ്മൾ കൊടുക്കാവൂ. അതിനേക്കാൾ മിനിമം ഒരു ഡിമാൻഡ് പറയാൻ പറ്റില്ല. പ്രഥമ ദൃഷ്ടിയ ഇത് ഹൈക്കോടതിയുടെ വിധിയാണ്, സെപ്റ്റംബർ 10. അതിന്റെ ഒരു കോപ്പിയും അതിന്റെ ഒരു കോടതി പറഞ്ഞിരിക്കുന്ന പാരഗ്രാഫും കൊടുത്തിട്ടുണ്ട്. ഇനി 2 മീഡിയയോടാണ്. സ്ത്രീകളായ എല്ലാ പരാതിക്കാരും ഇതൊരു വലിയ പ്രശ്നമാണ്. പരാതി കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങളോട് ഞാനൊരു ചോദ്യമായിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ മനസ്സിൽ ഉത്തരം പറഞ്ഞാൽ, പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഒരു വ്യക്തി സർവൈവർ ആവും. അതായത് ഒരു വ്യക്തി പരാതി കൊടുത്തു എന്നിരിക്കട്ടെ, ഉടനെ അവർ സർവൈവർ ആയും. അങ്ങനെയാണെങ്കിൽ നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത കുട്ടി സർവൈവർ ആവണ്ടേ? പരാതി കൊടുത്ത് ആ പരാതിയിൽ ശരിയുണ്ടെന്ന് കണ്ടെത്തിയാലല്ലേ അതിജീവിതയാവും. പരാതി കൊടുത്ത് ആ പരാതി ശരിയാണെങ്കിലല്ലേ അതിജീവിതയാവും. ഇല്ലെങ്കിൽ വ്യാജ പരാതി കൊടുത്ത, ഇപ്പൊ സരിത അതിജീവിതയാണോ? ഉമ്മൻചാണ്ടി സാറിനെതിരെ കള്ള പരാതി കൊടുത്ത സരിത അതിജീവിതയാണോ? അല്ലെങ്കിൽ നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത കുട്ടി അതിജീവിതയാണോ? അല്ലല്ലോ. അപ്പൊ എന്നിട്ട് നമ്മൾ പറയുന്നത് അവരെ നിങ്ങൾ ഇരാന്ന് വിളിച്ചോളൂ. അതായത് ഏത് പരാതി കൊടുത്ത ആളെയും ശരിക്കും ലീഗൽ ടേം എന്ന് പറഞ്ഞാൽ പരാതിക്കാരിയും ആരോപണനുമാണ്. പക്ഷേ നിങ്ങളടക്കം പല മാധ്യമങ്ങളും ലിബറൽ സ്ത്രീപക്ഷ നിലപാടുകളാണ് ഉയർത്തിപ്പിടിക്കുന്നത്. അതിനെ ബഹുമാനിക്കും. അതുകൊണ്ട് പരാതി കൊടുക്കുന്ന എല്ലാരെയും ഇരാന്ന് വിളിച്ചോളൂ. പക്ഷേ മറുഭാഗത്ത് നിൽക്കുന്ന പുരുഷനെ കോടതി വിധി വരാതെ വേട്ടക്കാരെന്ന് ഉത്തരവുത്തരം വളരെ മിനിമലാണ്. ഇതിനെക്കാട്ടി താഴ്ത്തി ഒരു ഡിമാൻഡ് കൊടുക്കാൻ പറ്റില്ല. അതായത് പരാതിക്കാരികളായ എല്ലാ സ്ത്രീകളെയും നിങ്ങൾ ഇരാന്ന് വിളിച്ചോളൂ, പക്ഷേ പുരുഷനെ വേട്ടക്കാരെന്ന് ഉത്തരവുത്തരം. കാര്യം ഇവരുടെ വീട്ടിലും ആൾക്കാരില്ലേ, ഇവരുടെ വീട്ടിലും അച്ഛനില്ലേ, അമ്മയില്ലേ, സഹോദരി ഇല്ലേ, സുഹൃത്തില്ലേ, ഇവർക്ക് സ്കൂളിൽ പോണ മക്കളില്ലേ. ഈ അടുത്തിടയ്ക്ക് പേര് പറഞ്ഞു തന്നെ പോകാം, കാര്യം പേര് പറഞ്ഞില്ലെങ്കിൽ ഇനി ക്ലിയർ ആകും. വിജയബാബുവിന്റെ കേസ് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണും. എന്താ കേസ്? ഈ വ്യക്തിക്കെതിരെ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി പരാതി കൊടുത്തു. ഇവർ തമ്മിൽ ഒരുപാട് കാലമായിട്ട് ബന്ധത്തിലും ഇഷ്ടത്തിലുമാണ്, മാനസികവും ശാരീരികവുമായ ബന്ധത്തിൽ. അത് ആ കുട്ടിക്ക് ഒരു പുതിയ സിനിമ കിട്ടിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? വിജയബാബു റേപ്പ് ചെയ്തു എന്ന് പരാതി കൊടുത്തു. വിജയബാബു ഈ നാട് വിട്ടുപോയി വെളിയിൽ പോയി പരമാവധി ശ്രമിച്ച് ജാമ്യം നേടി തിരിച്ചു പോകും. ജാമ്യം നേടി തിരിച്ച് എയർപോർട്ടിൽ ഇറങ്ങുന്ന സമയം കേരള പോലീസ് ഹൈക്കോടതിയിലോട്ട് പോയി ഹൈക്കോടതിയോട് പെർമിഷൻ ചോദിച്ചു, ഞങ്ങൾക്ക് എയർപോർട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യണോ? ഭാഗ്യത്തിന് കോടതി പോലീസിനോട് തിരിച്ചു ചോദിച്ചു, എന്തിനാണ് മീഡിയക്കാരെ കാണിക്കാനല്ലേ? എന്തിനാണ് മീഡിയക്കാരെ കാണിക്കാനല്ലേ? അയാൾ കീഴടക്കാൻ വേണ്ടി വരും. കീഴടക്കാൻ വേണ്ടി വരുന്ന ആളെ എയർപോർട്ടിൽ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് പോലീസ് പോയി. കാര്യം എന്താ? പോലീസിന് അങ്ങനെ പോകുമ്പോഴാണ് ഒരു പോലീസിന്റെ സന്തോഷം. ഞങ്ങൾ അവരെ വളഞ്ഞിട്ട് പിടിച്ചു, ഞങ്ങൾ അവരെ എയർപോർട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നത് പറയുന്നതാണ് പോലീസിന്റെ സന്തോഷം. അത് കാരണമേ അയാളുടെ വീട്, അയാളുടെ കുട്ടികൾ, അയാളുടെ സ്കൂളിൽ പോണ മക്കൾ, ഇവർക്കൊക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നമ്മൾ ആലോചിക്കണ്ടേ?
നിവിൻ പോളിക്ക് സ്കൂളിൽ പോകുന്ന മക്കളില്ലേ? വിജയബാബുവിന് സ്കൂളിൽ പോകുന്ന മക്കളില്ലേ? ഈ രീതിയിൽ അവർക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാകുന്ന വേദന നമ്മളും കൂടെ നോക്കണ്ടേ? ഈ വേദന നമ്മുടെ ആൾക്കാർക്ക് എന്താ മനസ്സിലാവാത്തത്? അപ്പൊ അതുകൊണ്ട് ഇവരെ ഈ വേട്ടക്കാരായി തുടങ്ങിയ കാര്യങ്ങളിൽ നിങ്ങൾ മുദ്ര കുത്താതിരിക്കുക. അതോടൊപ്പം കൃഷി കമ്മീഷൻ വന്നാൽ ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ വില കുറച്ചോ ലീഗൽ മെന്ററിംഗ് കൗൺസിലിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക. കാര്യം ഒരുപാട് പുരുഷന്മാർ അങ്ങനെ കേസ് വന്നാൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുക. ടെക്നോ പാർക്കിൽ അങ്ങനെ 2 കേസുകൾ ഞങ്ങൾ ആക്റ്റീവ്ലി എടുത്തപ്പോൾ ബാംഗ്ലൂരിൽ വേറെ ജോലി മേടിച്ചു. വർഷങ്ങളായിട്ടുള്ള ബന്ധം, ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ തെറ്റി, ബോയ്ഫ്രണ്ടും ഗേൾഫ്രണ്ടും ആയിരുന്നു. പെൺകുട്ടി ആൺകുട്ടിക്ക് നേരെ കേസ് കൊടുത്തു, മറ്റേ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു. ഇവൻ അവസാനം 2 ആഴ്ച അകത്തായി. 2 ആഴ്ച കഴിഞ്ഞ് കോടതി കേസിൽ മെറിറ്റില്ലെന്ന് കണ്ടു. കാരണം ഞങ്ങൾ കോടതിയിലെല്ലാം പ്രസന്റ് ചെയ്തു തമ്മിലുള്ള ബന്ധം, ഒരുപാട് സ്ഥലങ്ങളിൽ ഇവർ ഒരുമിച്ച് പോകുന്നത്, ഇവർ തമ്മിലുള്ള ചാറ്റ്. കോടതി അവസാനം കണ്ടു വെറുതെ വിട്ടു. തിരിച്ചു വന്നപ്പോൾ ടെക്നോ പാർക്ക് ജോലിയില്ല. അത് ഒരു പെണ്ണ് കേസിൽപ്പെട്ട ആൾക്കാർക്ക് ഞങ്ങൾ HR ജോലി കൊടുക്കില്ല. ജീവിക്കണ്ടേ? ഇതിന്റെ പ്രശ്നം തിരിച്ച് ഗൂഗിളിൽ നോക്കിയാൽ മാധ്യമങ്ങൾ ഇങ്ങനെ ഒരു വാർത്ത വന്നാൽ കാര്യമായിട്ട് കൊടുക്കും. അതായത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, ടെക്കി അറസ്റ്റ് ചെയ്തത്. നേരെ തിരിച്ച് അവസാനം കോടതി അക്വിറ്റ് ചെയ്ത ഏതെങ്കിലും മാധ്യമം കൊടുക്കുമോ? അതിന് ന്യൂസ് വാല്യൂ ഇല്ല. ഇവർക്ക് ഇത് കഴിഞ്ഞാൽ ജീവിക്കാനുള്ള സ്പേസ് ഇല്ല എന്ന് മാധ്യമങ്ങൾ പലപ്പോഴും തിരിച്ചറിയാറില്ല. അങ്ങനെ 2 പേർക്ക് ഞങ്ങൾ നേരിട്ട് 2 പേർക്ക് ബാംഗ്ലൂരിനടക്കം ജോലി അറേഞ്ച് ചെയ്ത് കൊടുത്തു. എങ്ങനെങ്കിലും ജീവിക്കട്ടെ എന്ന് പറഞ്ഞു. ഇനി ബാംഗ്ലൂരിലെ ആരെങ്കിലും ഈ പഴയ ഗൂഗിളിൽ അടിച്ചുകൊണ്ട പേര് കാണുമെന്ന് നമുക്കറിയില്ല. ഇങ്ങനെയുള്ള സ്പേസുകളുണ്ട്. അബിൽ ജിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് അവസാനിക്കും. പിന്നെ ഇതിന്റെ ഡീറ്റെയിൽസ് ആണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് സമയം കിട്ടുമ്പോൾ ഒന്ന് വായിച്ചു നോക്കിയാൽ. ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിയുടെ പ്രസ്താവനകളും കാര്യങ്ങളും. സുപ്രീം കോടതി 498A കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അതായത് ഇന്നലെ പീറ്റർ മരിച്ചിരിക്കുന്ന കാര്യത്തെ കുറിച്ചടക്കം പറഞ്ഞിരിക്കുന്നത് ലീഗൽ ടെററിസം ആണെന്നാണ്. ഞങ്ങൾ പറയണല്ല കേട്ടോ, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഉപയോഗിച്ച വാക്കാണ്. നിയമപരമായ തീവ്രവാദമാണ് ഈ നാട്ടിൽ നടക്കുന്നത്. സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ സുപ്രീം കോടതി ബെഞ്ചിലിരുന്ന് 498A പുരുഷന് നേരെ മിസ്യൂസ് ചെയ്യുന്നത് ലീഗൽ ടെററിസമാണ്. ഇന്ന് പോലും അതിനെതിരെ വേണ്ട രീതിയിൽ കാര്യം വന്നിട്ടില്ല. ഇനി ഒരു പോയിന്റ് കൂടെ പറഞ്ഞ് ഇദ്ദേഹത്തിലേക്ക് പോവാം. ആ പോയിന്റ് നമ്മുടെ നാടിന്റെയോ മനസ്സിന്റെയോ മാധ്യമങ്ങളുടെയോ നമ്മുടെ എല്ലാവരുടെയും ഇരട്ടത്താപ്പാണ്. ജസ്റ്റിസ് കമാൽ പാഷ സാറ് നമ്മളെല്ലാം ആദരിക്കുന്ന കേരളത്തിലെ പ്രമുഖനായ ജഡ്ജിയാണ്. കമാൽ പാഷ സാറിനെതിരെ ഞങ്ങൾ പ്രതിഷേധമൊക്കെ സംഘടിപ്പിച്ചു. കമാൽ പാഷ സാറ് ഗ്രീഷ്മ എന്ന് പറഞ്ഞ പെൺകുട്ടി ഷാരന് വിഷം കൊടുത്തു കൊന്നു. 11 ദിവസം ഇവൻ വെള്ളം കുടിക്കാതെയാണ് മരിച്ചത്. കോടതി വിധിന്യായത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ബഷീർ സാറിന്റെ കോടതി വിധിയിൽ പറഞ്ഞിട്ടുണ്ട്, ഇവൻ മരണക്കിടക്കയിലും ഗ്രീഷ്മയെ തള്ളി പറയുന്നില്ല. ഇവൻ മരണക്കിടക്കയെ കിടക്കുമ്പോൾ പോലും ഗ്രീഷ്മ ജയിലിൽ പോകാൻ ആഗ്രഹിച്ചില്ല. ആ മനുഷ്യനെ കൊണ്ട് നമ്മുടെ കമാൽ പാഷ സാർ അടക്കമുള്ള പലരും TV വന്ന് പറഞ്ഞത് ഗ്രീഷ്മയാണ് യഥാർത്ഥത്തിൽ ആ കുട്ടിക്ക് പറ്റിയത്. കോർണർ ചെയ്യപ്പെട്ടു, അവക്ക് വേറെ ഗതിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവസാനം അവൾ അന്തസ്സോടെ കഷായം കലക്കി കൊടുത്തു എന്നാണ്. ചിലരെങ്കിലും അത് കണ്ടു കാണും. അന്തസ്സോടെ വിഷം കലക്കി കൊടുത്ത് ഒരുത്തനെ കൊന്നു. നേരെ തിരിച്ച് നിങ്ങളോട് ചോദിക്കുകയാണ്, രാഹുൽ ഈശ്വറാണ് അങ്ങനെ വന്ന് ഷാരൻ ഗ്രീഷ്മയെ കൊന്നെങ്കിൽ പറഞ്ഞിരുന്നെങ്കിലും. ഷാരനെ നമ്മളങ്ങനെ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. ഷാരന് വേറെ ഗതിയൊന്നുമില്ലായിരുന്നു. അവസാനം ഗതിയില്ലാതെ അവൻ കഷായം അന്തസ്സായിട്ട് കലക്കി കൊടുത്ത് അവളെ കൊന്നു ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യില്ലേ? കമാൽ പാഷ സാർ പറഞ്ഞത് തെറ്റാണെന്ന് ഇവിടുത്തെ വനിതാ കമ്മീഷൻ പറഞ്ഞത് നിങ്ങൾ കേട്ടോ? ഇവിടുത്തെ യുവജന കമ്മീഷൻ, ഷാരോണ് യുവാവാണല്ലോ, 23 വയസ്സല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ 24 വയസ്സല്ലേ ഉള്ളൂ. ഇവിടുത്തെ യുവജന കമ്മീഷൻ ഒരു മുൻ ഹൈക്കോടതി ജഡ്ജിയാണ്. സാറേ, ഒരാൾ മരിച്ചിട്ടിരിക്കുകയാണ്, അവന്റെ അമ്മ ഒരു സ്ത്രീയാണ്, അല്ലെങ്കിൽ അവരിത് കേട്ടോണ്ടിരിക്കുകയാണ്. ഈ ഷാരന്റെ ഒരു സുഹൃത്ത് ചാനൽ ചർച്ചയിൽ ഇറങ്ങിപ്പോയി, കമാൽ പാഷ സാർ പറയുന്ന കാര്യം കേട്ടിരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഒരുത്തനെ വെള്ളം കുടിക്കാതെ 11 ദിവസം മരിക്കുകയാണ്. ആന്തരിക അവയവങ്ങൾ ദ്രവിച്ച് ഈ പെൺകുട്ടി ചെയ്ത കാര്യത്തിന് അവൻ മരിക്കുകയാണ്. എന്നിട്ട് അവള് റാങ്കുകാരിയാണ്, അവള് മിടുക്കിയാണ്, അവൾക്ക് ഇനിയും ഭാവിയുണ്ട്, അവളെ നന്നാക്കണം, അവള് കോർണർ ചെയ്യപ്പെട്ടു. ഇതൊക്കെ അവളുടെ വേറെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ട് ഒരു വാക്കും കൂടെ പറഞ്ഞു, നിങ്ങൾ കേട്ട് കാണും, അവൻ പ്രാർത്ഥിക്കാനൊന്നുമല്ലല്ലോ അവളുടെ അടുത്ത് പോയത്. ഞാൻ നേരെ തിരിച്ചത് പറഞ്ഞിരുന്നെങ്കിലോ? അവളും അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ പോയത്. അതായത് അവൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയല്ലോ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം സെക്സിന് വേണ്ടിയാണല്ലോ പോയതെന്നുള്ളതാണ്. കോടതി വിധിന്യായത്തിൽ എടുത്തെഴുതിയിട്ടുണ്ട്, ഷാരനെ അങ്ങോട്ട് വിളിച്ച് വാട്സപ്പിൽ വിളിച്ച് ഈ കുട്ടി മനഃപൂർവ്വം ഇൻഡ്യൂസ് ചെയ്യുന്ന പോലെ സംസാരിച്ചാണ് അവനെ വിളിച്ചു വരുത്തിയത്, കൊല്ലാനാണ് വിളിച്ചു വരുത്തുന്നത്. എന്നിട്ട് കമാൽ പാഷ സാർ പറയണം, അവൻ പ്രാർത്ഥിക്കാനൊന്നുമല്ലല്ലോ പോയത്. അവസാനം നിങ്ങൾ ആ വാക്ക് കേട്ടില്ലെങ്കിൽ ഒന്നുകൂടെ കേൾക്കണം, അന്തസ്സോടെ കഷായം കലക്കി കൊടുത്തു. വിഷം കലക്കി കൊടുക്കല്ലേ, അത് എന്താണ് അന്തസ്? ഇതാണ് ഇത് കമാൽ പാഷ സാറിന്റെ പ്രശ്നമല്ല, ഇത് നമ്മുടെ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. നമ്മുടെ ഋഷിരാജ് സിംഗ് സാറ്, നമ്മുടെ സിംഗം, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്, എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആളാണ്. 14 സെക്കൻഡ് പെൺകുട്ടിയെ നോക്കി അറസ്റ്റ് ചെയ്യാമെന്നും അന്തസ്സോടെ കലക്കി കൊടുക്കാൻ പോകുന്നു എന്ന് പറയുന്നത് നിങ്ങൾ മീഡിയക്കാരുടെ കൈയ്യിൽ കിട്ടാൻ വേണ്ടിയാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, സ്ത്രീപക്ഷത്ത് നിന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എന്ത് സ്ത്രീപക്ഷമാണ് സാർ? വിഷം കൊടുത്ത ഒരാളെ കൊന്നിട്ട് എന്തോന്ന് സ്ത്രീപക്ഷമാണ്? നാളെ ഇവിടുത്തെ പുരുഷന്മാരെങ്ങനെ മരിച്ചാൽ പോലും അപ്പോഴെങ്കിലും ഈ ഷാരൻ ഇരയാണെന്ന് സംഭവിക്കൂ, അപ്പോഴെങ്കിലും രേഷ്മ വേട്ടക്കാരിയാണെന്ന് സംഭവിക്കൂ,
ആരെങ്കിലും ഒരാളെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്ന് തിരിച്ചറിയുമ്പോഴാണ് വനിതാ കമ്മീഷൻ, യുവജന കമ്മീഷൻ പോലെ പുരുഷ കമ്മീഷൻ എന്ന ആവശ്യം ഉയരുന്നത്. സ്ത്രീകൾ നേടിയെടുത്ത എല്ലാ അവകാശങ്ങളും അംഗീകരിച്ചുകൊണ്ട്, സ്ത്രീകളുടെ എല്ലാ പ്രശ്നങ്ങളും അംഗീകരിച്ചുകൊണ്ട്, അവർ സമൂഹത്തിൽ സവിശേഷമായി നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾ പുരുഷന്മാർക്കും അങ്ങനെ വ്യാജ കേസുകൾ പറ്റുന്നുണ്ട്. നിങ്ങൾ മീഡിയക്കാരാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ നിവിൻ പോളിയുടെ കേസ് ഞാൻ പലയിടത്തും സൂചിപ്പിച്ചിട്ടുണ്ട്. നിവിൻ പോളിക്കെതിരെ ഒരു പെൺകുട്ടി വ്യാജ പരാതി കൊടുത്തു. ആ പെൺകുട്ടി ആരാന്ന് പോലും നമുക്കറിയില്ല, പേര് വിളി പറയാൻ പാടില്ലാത്തത്. നിവിൻ പോളിയുടെ ഭാഗ്യത്തിന് നിവിൻ പോളി ആ സമയത്ത് കൊച്ചിയിലായിരുന്നു ധ്യാൻ ശ്രീനിവാസിന്റെ ഷൂട്ടിംഗ്. നിവിൻ പോളി ദുബായിലായിരുന്നെങ്കിൽ നിവിൻ പോളിക്ക് ക്ലീൻ ചിറ്റ് കിട്ടില്ല. നിവിൻ പോളി ഒരുപക്ഷെ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടി വരും. എന്നിട്ട് ഈ പെൺകുട്ടിയോട് നിവിൻ പോളി കൊച്ചിയിലായിരുന്നല്ലോ എന്ന് പറഞ്ഞ്, ഡേറ്റ് ഉണ്ടല്ലോ, ടിക്കറ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു, ആ പെൺകുട്ടി TV ചാനലിൽ നിന്ന് ഉളുപ്പില്ലാതെ പറയുകയാണ്, അത് ഉറക്കപ്പിച്ചിൽ ഞാൻ പറഞ്ഞ ഡേറ്റ് മാറിപ്പോയതാണ്. നിങ്ങൾ TV-യിൽ കണ്ടിട്ടുള്ള കാര്യമായിരിക്കും, ഉറക്കപ്പിച്ചിൽ ഞാൻ പറഞ്ഞ ഡേറ്റ് മാറിപ്പോയതാണ്. ഈ രീതിയിലാണ് നിവിൻ ഭാഗ്യത്തിന് നിവിൻ കൊച്ചിയിലുണ്ട്. നിവിന്റെ കൂടെ 7 പേരെ കൂടെ പ്രതി എടുത്തിട്ടുണ്ട്. അവർക്ക് ഇപ്പോഴും പോലീസിന്റെ പല്ലവി എന്താ അറിയോ, ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ഞങ്ങൾ ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ കേസിൽ കോടതിയിൽ പോലീസ് പറഞ്ഞു ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് അന്വേഷിക്കാനാണ്? TV ചാനൽ ലൈവായി ചർച്ച നടന്ന് യൂട്യൂബിൽ എടുത്തിട്ടില്ല, എന്തോ അന്വേഷിക്കാനാണ്. പക്ഷേ പുരുഷനെതിരെ അങ്ങനെ അന്വേഷണം നടക്കുന്നതാണ് ഒരു ആൾക്കാർക്ക് ഒരു സന്തോഷമാണ്. പുരുഷനെതിരെ എന്തോ നടക്കുന്നു, ശക്തമായ അന്വേഷണം നേരിടും. ഈ രീതിയിൽ വ്യാജ പരാതികളിൽ ആൾക്കാർ പെട്ടുപോകുന്നു. അതേപോലെ വ്യാജ പരാതിയിൽ പെട്ടുപോയ ഒരാളാണ് ശ്രീ അബിൽ ദേവ്. അദ്ദേഹത്തിന്റെ കരിയർ, അദ്ദേഹത്തിന്റെ ജീവിതം, അദ്ദേഹത്തിന്റെ കുടുംബം, അദ്ദേഹം ഹ്രസ്വമായിട്ടെങ്കിലും കൂടുതൽ കാര്യങ്ങൾ വേറെ ആൾക്കാരുടെ പേര് പറയാതെ ഇപ്പം പോലും പുള്ളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത ആളാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ വ്യാജ പരാതിക്കാരിയെ ചൈനയിൽ നിന്ന് പുറത്താക്കിയതാണ്. അതായത് പുള്ളിക്കെതിരെ ഈ വ്യാജ പരാതി പറഞ്ഞ പലർക്കും എതിരെ വ്യാജ പരാതി പറഞ്ഞൊരു വ്യക്തിയുണ്ട്. ശ്രീ സിദ്ദിഖിനെതിരെ വ്യാജ പരാതി പറഞ്ഞ വ്യക്തിയുണ്ട്. ഈ വ്യക്തിയെ ചൈന മഹാരാജ്യത്ത് നിന്ന് സ്വഭാവ ദൂഷ്യം കാരണം അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ കാരണം കൂടെയുള്ള 32 പെൺകുട്ടികൾ ഒപ്പിട്ട് കൊടുത്ത് ഇവര് ശരിയല്ല, ഇവരിവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരാണെന്ന് പറഞ്ഞ് ചൈനയിൽ നിന്ന് പുറത്താക്കിയ വ്യക്തിയാണ് തിരിച്ചു വന്ന് ആദ്യം ഫേസ്ബുക്കിൽ 9 പേർക്കെതിരെ ഞങ്ങളെ വെർബലി അസോൾട്ട് ചെയ്തു, അതായത് വാക്കുകൾ കൊണ്ട് അസോൾട്ട് ചെയ്തു എന്ന് പറഞ്ഞു. 14 പേര് അനുഭവസ്ഥനാണല്ലോ കൂടുതൽ 9 മറ്റേ മുകേഷ് സാറിനെതിരെ കൊടുത്തിട്ട് അതായത് 14 പേർക്കെതിരെ പറഞ്ഞു. പിന്നീട് രണ്ടാമത് പറഞ്ഞു വാക്കുകൾ കൊണ്ട് എന്നെ അസോൾട്ട് ചെയ്തു. രണ്ടാമത് സിദ്ദിഖ് സാറിന്റെ കേസിലാണെങ്കിൽ പറഞ്ഞു എന്നോട് സെക്ഷൽ ഫേവർ ചോദിച്ചു. ഇതൊന്നും ഞങ്ങൾ പറയുന്നില്ല, TV നിങ്ങളോട് പറയുന്നതാണ്. മൂന്നാമത് പറഞ്ഞപ്പോ റേപ്പ് പോയി. മൂന്നാമത് പറഞ്ഞപ്പോ അത് എന്നെ റേപ്പ് ചെയ്തു എന്നായി. എന്നിട്ട് വലിയ തെളിവ് എന്താ അറിയാമോ? മസ്കറ്റ് ഹോട്ടലിൽ നിന്ന് താഴോട്ട് നോക്കിയാൽ സ്വിമ്മിംഗ് പൂള് കാണാം. തിരുവനന്തപുരത്ത് മസ്കറ്റ് ഹോട്ടൽ ഒരിക്കലും കണ്ടിട്ടുള്ളവർക്കറിയാം, എല്ലാം പറയുന്നത് താഴോട്ട് നോക്കിയാലും പൂള് കാണാം, അല്ലെങ്കിൽ 90% മുറികളിൽ താഴോട്ട് നോക്കിയാലും പൂള് കാണാം. ഇതിനെ വലിയ രീതിയിൽ ആഘോഷിക്കുകയും മറ്റും ചെയ്യുന്നതിന്റെ പ്രശ്നമാണ്. അപ്പൊ ആ വ്യക്തി തന്നെയാണ് പുള്ളിക്കെതിരെയും വ്യാജ പരാതി കൊടുത്തത്. അപ്പൊ ഇദ്ദേഹത്തിന് ഇത് കൊടുത്തുകൊണ്ട് ഞാൻ, അതായത് മെൻസ് കമ്മീഷന്റെ ഒരു ഡ്രാഫ്റ്റ് ആണ്, അത് കൊടുത്തുകൊണ്ട് തുടങ്ങാനാണ് ആഗ്രഹിക്കുന്നത്. സെറീനയ്ക്കും ജയേന്ദ്രൻജിക്കും ഞാൻ പേഴ്സണലി കൊടുത്തിരുന്നു. അവർ ഇനി പ്രസ് ക്ലബിൽ വന്നാൽ എന്തെങ്കിലും പ്രശ്നമാവുമെന്ന് വിചാരിച്ചാണ് അവർ വരാത്തത്. അപ്പൊ ഇദ്ദേഹത്തിന് ഇത് കൊടുത്ത്, ഇതാണ് മെൻസ് കമ്മീഷന്റെ ഒരു ഡ്രാഫ്റ്റ് ആണ്. വളരെ മിനിമലായ 3 ഡിമാൻഡുകളെ വെച്ചു. വളരെ മിനിമലായ 3 ഡിമാൻഡ്, അതായത് ഒട്ടും ഹൈറ്റൻ ചെയ്യാതെ ഓവർ ക്ലെയിം ചെയ്യാത്ത 3 കാര്യങ്ങൾ. ജസ്റ്റ് ആ 3 വരികളിൽ വായിക്കും.